ഓട്ടോ 800 LXI ആണ്. മോഡൽ ഏതാ? 2022 ആണ്. സ്വിഫ്റ്റ് VXI 2024 മോഡലാണ്. ഇത് എങ്ങനെ 4 സിലിണ്ടർ ആണ്? 4 സിലിണ്ടർ. നമുക്കിത് 1.28 കൊടുക്കാം. 1.28. 2012 സിംഗിൾ ഓണർഷിപ്പ്. നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡീസൽ അല്ലേ? ഡീസൽ ZI പ്ലസ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ZI ടോപ്പ് ആൻഡ് വണ്ടി. അതെ. ഓക്കെ, നമുക്കിത് 1.5 കൊടുക്കാം. 1.5 LXI ആണ്. ZXI സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓക്കെ, 41.5 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഡിസയർ 2018 വണ്ടിയാണ്. ഓട്ടോമാറ്റിക്. അതെ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനിപ്പോൾ ഉള്ളത് പോപ്പുലർ ട്രൂ വാല്യൂവിലാണ്. ലൊക്കേഷൻ തിരുവനന്തപുരം തൈക്കാട്, നമ്മുടെ പോലീസ് ഗ്രൗണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ്. അതിനോട് ശ്രീജിത്ത് ബ്രോ ഉണ്ട്. വീഡിയോയുടെ സ്വാഗതം. നമ്മുടെ അത്യാവശ്യം നല്ല വണ്ടി കളക്ഷൻ വന്നിട്ടുണ്ടല്ലേ? ഒരുപാട് ബഡ്ജറ്റുകാരുടെ നല്ല കളക്ഷൻ ഉണ്ട്. ഓൾട്ടോ 800 തന്നെ ഓൾമോസ്റ്റ് ഒരുപാടുണ്ട്. 8ഓളം വണ്ടി കിടപ്പുണ്ട്. പിന്നെ സ്വിഫ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം മുതൽ? നമുക്ക് 2013 ലോൺ സ്റ്റാർട്ട് ചെയ്തു. 13 ചെയ്യുന്നുണ്ട്. വാറണ്ടി വരുന്നത് 2019 വാറണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. വേറെ പ്രത്യേകിച്ച് ഓഫർ എന്തെങ്കിലും വരുന്നുണ്ട്? നമുക്കൊരു ആക്സറീസ് ഓഫർ കൊടുക്കാം. ആക്സറി ഓഫീസ് വരുന്നുണ്ട് എല്ലാ വണ്ടിക്കും. ഓക്കെ, പിന്നെ വണ്ടിയൊക്കെ ഈ പറഞ്ഞ നമ്മുടെ 19 കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടായിരുന്നു. 6 മാസം. 2022 തൊട്ടാണെങ്കിൽ 1 വർഷം വാറണ്ടി. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട്. ഇപ്പോൾ നേരെ വരുന്നത് ഇപ്പോൾ കേട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2012 വണ്ടിയാണ്. കേട്ടനാണ്. ഓക്കെ, ഒരു 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പാണ് വണ്ടി. സിംഗിൾ ഓൺഷിപ്പ്. അതെ. ഓക്കെ, 55,000 കിലോമീറ്റർ. 12 അല്ലേ? 12. അതെ. അപ്പോൾ 27 വരെ പേപ്പർ വരുന്നുണ്ട്. VXI വരുന്നുണ്ടായിരുന്നു അല്ലേ? VXI. അതെ. ഓക്കെ, വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കിത് 1.28 കൊടുക്കാം. 1.28. 2012 സിംഗിൾ ഓൺഷിപ്പ്. അതെ. ഓക്കെ, ഫിനാൻസ് അപ്പം കയറില്ല? 12 ആയതുകൊണ്ട് ഫിനാൻസ് ചില ബാങ്ക് ഫിനാൻസ് ചെയ്യുന്നുണ്ട്. നോക്കാം. കസ്റ്റമർ പ്രോബ്ലം അനുസരിച്ച് ചെയ്യാം. ശ്രീധ, നെക്സ്റ്റ് റെനോൾട്ട് ക്വിഡ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2016 ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 57,000 1 ലിറ്റർ ആണ്. 1000 cc ആണ്. അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മൈനോർ സ്ക്രാച്ചസ് റീപ്ലേസ് കാര്യങ്ങളും വരുന്നില്ല. കമ്പനി സർവീസാണ് കാണിക്കുന്നത് ഹിസ്റ്ററിയിൽ. ഓക്കെ, അത് സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സീറ്റ് RST ആണല്ലേ വേരിയന്റ്? RST. അതെ. ഓക്കെ, 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അലോയ്സും ഉണ്ട്. അതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? കിട്ടില്ല. 2.28 കൊടുക്കാം. 2.28. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് നമുക്കൊരു 2 ലക്ഷം വരെ ചെയ്യാം. 2 ലക്ഷം ചെയ്യാൻ പറ്റും. ചെറിയ പൈസ എടുക്കാൻ പറ്റും വണ്ടി. 16 മോഡലല്ലേ? 16. നമുക്ക് 5 വർഷം ഫിനാൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സാൻഡ്രോ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? സാൻഡ്രോ സിംഗ് ആണ്. 2012 വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. കിലോമീറ്റർ ഇച്ചിരി ഓടിയിട്ടുണ്ട്. 1.20 ഓടിയിട്ടുണ്ട്. പക്ഷേ പക്ക വണ്ടിയാണ്. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണോ? പക്കയാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രോപ്പർ സർവീസ് ആണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല വണ്ടിയിൽ. ACയും പവർ സ്റ്റിയറിംഗിലും പക്ക വർക്കിംഗ് ആണ്. വണ്ടി കണ്ടീഷനാണ്. സീറ്റ് കവറുണ്ട്. സ്ലൈറ്റ്ലി ഡാമേജ് ആണ്. കുഴപ്പമൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടല്ലേ? അതെ. ഓക്കെ, AC എല്ലാം വർക്കിംഗ് ആണോ? പക്ക വർക്കിംഗ് ആണല്ലേ? എഞ്ചിൻ സൈഡ് വേറെ വിഷയമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ ടയർ ഉള്ളതല്ലേ? ഓൾമോസ്റ്റ് ഒരു 60-70% ടയർ ഉണ്ട്. ടയറുണ്ട്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് പ്രൈസ്? 12 വണ്ടിയുടെ നമുക്കിത് 1.5 കൊടുക്കാം. 1.5. 2012 ലിഫ്റ്റ് ഡീസൽ അല്ലേ? ഡീസൽ ZI പ്ലസ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ZI ടോപ്പ് ആൻഡ് വണ്ടി. അതെ. ഓക്കെ, ഡീസൽ ടോപ്പ് ആൻഡ് ആണ്. 2019 സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 74,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ, കമ്പനി സർവീസ് തന്നെയല്ലേ? കമ്പനി സർവീസ്. അതെ. മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 80% ടയർ ഉണ്ടല്ലേ? ഓക്കെ, മൈനോർ സ്ക്രാച്ചസ് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. വേറെ ഡെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റർ കണ്ടീഷൻ, സീറ്റ് കവർ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, സ്റ്റിയർ മൗണ്ട് കൺട്രോൾസ്, വാട്ടർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ശ്രീത്തെ ഓട്ടോമാറ്റിക് ഡീസലിന് വലിയ മൈലേജ് ഡ്രോപ്പ് വരാൻ സാധ്യതയില്ലല്ലോ? 20 അടുപ്പിച്ച് കിട്ടത്തില്ലേ? 18-19 റേഞ്ച് കിട്ടും. ഓക്കെ, ശ്രീത്തെ നമ്മുടെ ഫുൾ ഓപ്ഷൻ ഡീസൽ സ്വിഫ്റ്റ് എങ്ങനെയാണ് പ്രൈസ്? നിങ്ങൾ 7.95 ഫൈനൽ കൊടുക്കാം. 7.95. ഫിനാൻസ് എത്ര കയറും? അപ്പോൾ ഫിനാൻസ് നമുക്ക് 7.50 വരെ ഫിനാൻസ് ചെയ്യാം. 7 കിട്ടും അല്ലേ? അടവ് 5 വർഷം കിട്ടൂലേ? 5 വർഷം കിട്ടും. ശ്രീത, നെക്സ്റ്റ് സെലേരിയോ. സെലേരിയോ VXI ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 64,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, കമ്പനി സർവീസ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്നുമില്ല. ഓക്കെ, ടയർ കണ്ടീഷൻ ഒരു 60% ടയർ. 60% ടയർ ഉണ്ട്. VXI വരുന്നുണ്ട് അല്ലേ? VXI. അതെ. റീപ്ലേസ് ഒന്നുമില്ല. ചെറിയ മൈനോർ സ്ക്രാച്ചസ് അതൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, VXI മാനുവൽ അല്ലേ? അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് അറിയത്തെ? നമുക്കിതിന് 3.60 കൊടുക്കാം. 3.60. ഓക്കെ, ഫിനാൻസോ? ഫിനാൻസ് നമുക്കൊരു 3.15 വരെ ഫിനാൻസ് കൊടുക്കാം. സ്വിഫ്റ്റ് VXI
VXi 2024 മോഡലാണ്. ഇത് എങ്ങനെ 4 സിലിണ്ടറാണ്? 4 സിലിണ്ടർ. അത് ഡിമാൻഡ് ആണല്ലേ 4 സിലിണ്ടർ. ഒരുപാട് എൻക്വയറീസ് വരുന്ന വണ്ടിയാണ്. അല്ല ഇപ്പം മറ്റേതിനെക്കാളും ഡിമാൻഡ് കൂടുതലാണ്. അതെ. ഓക്കെ. അപ്പം അങ്ങനെ ഓണർഷിപ്പ് കിലോമീറ്റർ? ഇത് സിംഗിൾ ഓണറാണ്. 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ. KL01 ട്രിവാൻഡ്രം വണ്ടി. വണ്ടി. ഓക്കെ. വണ്ടി നീറ്റാണ് കേട്ടോ. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് ആയിരിക്കും. കമ്പനി സർവീസ്. സീറ്റ് ഫാബ്രിക് ആണ്, മെയിൻറ്റൈൻഡ് ആണ്. അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ്, AC വരുന്നുണ്ട്, ചെയർ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, 4x4 പോസ്റ്റ് VXiയുടെ സെയിം അല്ലേ? അതെ. ഓക്കെ. ABS? ABS EBD എല്ലാം വരുന്ന മോഡൽ. എയർ ബാഗ് വരുന്ന മോഡൽ. എയർ ബാഗ് വരുന്നുണ്ടല്ലോ. അപ്പോൾ 2024 സ്വിഫ്റ്റിന്റെ പ്രൈസ് എങ്ങനെ? 670 കൊടുക്കാം. 670. ഫിനാൻസ് എത്ര കയറും? നമുക്ക് ഫിനാൻസ് 6 ലക്ഷം വരെ ഫിനാൻസ് ചെയ്യാം. പിന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. വരുന്നുണ്ടല്ലേ? പിന്നെ അതുപോലെ ശ്രീധേ നെക്സ്റ്റ് ഓൾട്ടോ 800 അല്ലേ? ഓൾട്ടോ 800 LXi ആണ്. LXi. ഓക്കെ. 2022 ആണ്. 22. ഓക്കെ. അലോയ്സ് ചെയ്തിട്ടുണ്ടല്ലോ അഡീഷണൽ. പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ടയർ ഒരു 80% ടയറുണ്ട്. ഓക്കെ. കമ്പനി സർവീസ് ആണേ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. ഫുള്ളി കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഇതിനകത്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ അഡീഷണൽ ഒരു ആൻഡ്രോയിഡ് പൈനിയറിൻ്റെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. പിന്നെ എയർ ബാഗ് വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ്, ABS വരുന്ന മോഡൽ. ഓക്കെ. സെൻട്രൽ ലോക്ക് വരുന്നുണ്ടല്ലോ? സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. കീഴിൽ. ശ്രീധ അപ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? നമുക്കൊരു 379 കൊടുക്കാം. 379. ഓക്കെ. അപ്പോൾ ലോണോ? നമുക്കൊരു 3,500 ലോൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ ആക്സർ ഓഫീസ് വരുന്നു, ഓഫർ ഓഫീസും കൊടുക്കാം. പിന്നെ 1 ഇയർ വാറണ്ടി കൊടുക്കാം, 3 ഫ്രീ സർവീസും കൊടുക്കാം. ഉണ്ടല്ലേ? ഓൾട്ടോ കേട്ടോ. പുതിയ മോഡൽ അല്ലേ? ന്യൂ ഷേപ്പ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2022 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 16,000 കിലോമീറ്റർ. 16,000. അതെ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസാണ്. കമ്പനി സർവീസ് തന്നെ. ടയർ ആ തേയ്മാനം മാത്രമേ ഉള്ളൂ അല്ലേ? ടയറൊന്നും മാറിയിട്ടില്ല. വണ്ടി എടുത്തപ്പോൾ ഉള്ള ടയറാണ്. 16,000 ആയിട്ടുള്ളൂ, മാറാനായിട്ടില്ലല്ലോ? ആയിട്ടില്ല. ഓക്കെ. ഒരു ഇപ്പോഴുണ്ട് 65% ടയറുണ്ട്. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഒന്നും വരുന്നില്ല. എയർ ബാഗ് ബേസ് ആണ്. ബേസ് ആണല്ലേ? ബേസ്. ഓക്കെ. അപ്പം AC ഉണ്ടോ? AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ ഡ്യുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് വണ്ടിയിൽ. ഈ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഈ ബമ്പർ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, അത് റെഡി ആയി കൊടുക്കും. ക്ലിയർ ആയി കൊടുക്കും. പിന്നെ ഒരു വർഷം നമുക്ക് വാറണ്ടി കൊടുക്കാം, 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. പ്രൈസ് എങ്ങനെയാ? അപ്പം നമുക്കൊരു 365 കൊടുക്കാം. 65 കൊടുക്കാം. പിന്നെ അപ്പോൾ ലോണ് നമുക്കൊരു 3,400 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സസ് ഓഫർ ഉണ്ട്. ആക്സസ് ഓഫറും കൊടുക്കാം. ശരി. ശ്രീധർ വാഗണറിന്റെ നല്ലൊരു കളക്ഷൻ കിടപ്പുണ്ടല്ലേ? വാഗണറുണ്ട്. ഓക്കെ. നമ്മുടെ ആ വാഗണറിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. ഇത് 2016 വണ്ടിയാണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. VXi ആണ്. VXi സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. 41,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. VXi വേരിയന്റ് ആണ് കേട്ടോ. ഓക്കെ. ഓക്കെ. വണ്ടിയുടെ ഇന്റർ കണ്ടീഷൻ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, 4x4 പോസ്റ്റ് സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞല്ലോ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 41,500 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ടയർ കണ്ടീഷൻ 60% ടയറുണ്ട് അല്ലേ? വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല? കമ്പനി സർവീസാണ് വരുന്നത്. ഓക്കെ. നമുക്ക് 355 കൊടുക്കാം. 355. ലോൺ എങ്ങനെ? നമുക്കൊരു 310 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ശ്രീധർ നെക്സ്റ്റ് ഓൾട്ടോ 800. ഓൾട്ടോ 800 LXi ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 56,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ. മോഡൽ 2022 ആണ്. 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 52,000 കിലോമീറ്ററോ അല്ലേ? അതെ. കമ്പനി സർവീസ് തന്നെ അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടോ? നീറ്റാണ്. ഇതിനകത്ത് എയർ ബാഗ് വരുന്നുണ്ട്, 2x4 AC പവർ സ്റ്റിയറിംഗ് അല്ലേ? സെൻട്രൽ ലോക്ക് ഇല്ലല്ലോ? സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ട് നോക്കുന്നു. ചെയ്തിട്ടില്ല. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു ഫ്രണ്ട് കുഴപ്പമില്ല. ഒരു ആവറേജ് നോക്കുമ്പോൾ ഒരു 70% ടയർ ഉണ്ടല്ലേ ഇതിൽ? ഓക്കെ. അപ്പോൾ എങ്ങനെ ശ്രീധർ പ്രൈസ്? നമുക്ക് 369 കൊടുക്കാം. 369. ലോൺ എങ്ങനെ വരും? നമുക്ക് 3.5 ലോൺ ചെയ്യാം. ശരി. ശ്രീധർ നെക്സ്റ്റ് ബ്രസ ZXi ആണ്. ZXi സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. 41,500 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഫുൾ കമ്പനി സർവീസ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണോ? സിംഗിൾ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും വരുന്നില്ല. ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. ഓക്കെ. ടയർ ഏതാണ്ട് അതിന്റെ തേയ്മാനം ഉണ്ടല്ലേ? ഏതാണ്ട് ഒരു 41,000 കിലോമീറ്ററിന്റെ തേയ്മാനം വരുന്നുണ്ട് ഇതിൽ. അത് ടയർ കുറച്ച് ഓടിയിട്ട് മാറേണ്ടി വരും. ഓക്കെ. പക്ഷേ ബോഡിയൊക്കെ നീറ്റ് അല്ലേ? നീറ്റ് വണ്ടി, കാര്യങ്ങളൊന്നുമില്ല. ZXi ആണ്. സീറ്റ് വർക്ക് ഒറിജിനൽ സീറ്റ് വർക്ക് അല്ലേ ചെയ്തിരിക്കുന്നത്? കമ്പനി സീറ്റ് വർക്ക്. ഓക്കെ. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, സ്റ്റിയർ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, 4x4 പവർ സ്റ്റിയറിംഗ്, പുഷ് സ്റ്റാർട്ട്, കീലെസ് എൻട്രി, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ശ്രീധർ ബ്രസയുടെ പ്രൈസ്? നമുക്കിത് 835 കൊടുക്കാം. 835. ഓക്കെ. അപ്പോൾ 6 മാസം വാറണ്ടി കൊടുക്കാം. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും കൊടുക്കാം. ഉണ്ടല്ലേ? ഓക്കെ. അപ്പം എങ്ങനെയാണ് അപ്പം ലോണ്? നമുക്ക് ലോൺ ഒരു 8 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. ശ്രീധർ നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ
2018 വണ്ടിയാണ്, ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് അതെ. ZX ആണ്. ZX 2018 സ്വിഫ്റ്റ് ഡിസയർ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓൺഷിപ്പാണ്. 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ്. ഓക്കെ. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 70% ടയറുണ്ട് കേട്ടോ. KL01 ട്രിവാൻഡ്രം വണ്ടിയാണ്. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, നല്ല വണ്ടി. കമ്പനി സർവീസ് ആണല്ലോ? കമ്പനി സർവീസ്. ഓക്കെ. സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, സ്റ്റീരിയോ മൗണ്ട് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഫോർഡർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, ഹീലർ സെൻറ്റർ എല്ലാം വരുന്നുണ്ട് അല്ലേ? ABS എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? നമുക്ക് ലാസ്റ്റ് ഒരു 620 കൊടുക്കാം. 620. ലോൺ നമുക്ക് 6 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. 5 വർഷം ലോൺ ചെയ്യാം. ശരി. ശ്രീ, നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? നമ്മൾ കാണിച്ചാൽ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. വാഗണാറിന് ഓൾമോസ്റ്റ് ഒരു എത്ര 8ഓളം വാഗണാർ കിടപ്പുണ്ട്. നമ്മൾ 800 കിടപ്പുണ്ട്. നമ്മൾ ഷോർട്ടേജ് കാണിച്ചതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.